കുട്ടിമണി! മനസ്സിന് ബോധം വീഴുന്നു. മനസ്സിന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുന്ന മയിൽ രവിയെ മാറ്റിയെടുക്കാമെന്ന് പറയുന്നു. ഉയർ വിട്ടാലും ഉസിർ വിടക്കൂടാതെ. രവിയണ്ണ സ്വന്തമാ ഒരു ജോലി കണ്ടുപിടിച്ച് സ്വന്തമാ ഒരു കാറൊക്കെ വാങ്ങുമ്പോ എല്ലാവർക്കും മതിപ്പ് വന്നിരും. ആശുപത്രിയിൽ മൊഴിയെടുക്കാൻ വരുന്ന അയ്യപ്പൻകുട്ടിയോട് കുത്തിയവരെ തിരിച്ചറിയില്ല എന്ന് മനസ്സിജൻ പറയുന്നു. ഇല്ല, ഇനി കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ? സാധ്യത കുറവാ സാറേ. ശിവയെ കൂടെ നിർത്തണമെന്ന് ജലജ മതികലയെ ഉപദേശിക്കുന്നു. നീ പറഞ്ഞാൽ അതുപോലെ നിൽക്കോ ശിവ? അവൻ നിന്റെ കൂടെ നിൽക്കാതെ ഒരു കാരണവശാലും നമുക്കിത് മറക്കാൻ പറ്റില്ല. ഇതുവരെ അവൻ കൂടെ നിന്നിട്ടുണ്ട്, ഇനിയും നിൽക്കുന്നു തന്നെ വിശ്വാസം. ശിവയാണ് തന്നെ കുത്തിയതെന്ന് മനസ്സിജൻ പിച്ചളയോട് പറയുന്നു. മതികലയും ജലജയും ആശുപത്രിയിൽ മനസ്സിജനെ കാണാനെത്തുന്നു. പിച്ചെടുക്കാനല്ലാതെ മനസ്സിജനും കുട്ടുമണിയും വരുന്നുണ്ട് വയലോരം വീട്ടിലേക്ക്. കേട്ടോ കൊച്ചമ്മ? നമുക്ക് കാണാം. ഓ, ഇവരോടൊന്നും ചെലക്കാൻ നിൽക്കാതെ ഇതിങ്ങോട്ട് താമോളെ. നിന്റെ കുറെ ചോര പോയതല്ലേടാ. ദേ, ഇത് തിന്ന്. എന്റെ വക നിനക്ക് ചോരയുണ്ടാകാൻ വേണ്ടി. പിന്നെതാ ഇതും കൂടി. എണീക്കുമ്പോ നിനക്ക് കുത്തി നടക്കാൻ ഒരു വടി വേണ്ടേ? അതിനു വേണ്ടി ഇതിരിക്കട്ടെ. മനസ്സിജന് ചോരയുണ്ടാക്കാൻ മാണിക്യമംഗലത്തെ ജലജകുമാരിയുടെയും മകളുടെയും സഹായം വേണ്ട. എന്റെ ദേഹത്തു നിന്നും പോയ ഓരോ തുള്ളി ചോരയ്ക്കും ഞാൻ കണക്ക് കൂട്ടി വച്ചിട്ടുണ്ട്. അത് തിരിച്ച് മറ്റു പലരുടെയും ശരീരത്തിൽ നിന്നൊഴുകും. കാരണം കണക്കെപ്പോഴും കറക്റ്റായിരിക്കണമല്ലോ. പിന്നെ ഊന്നുവടി അതും എനിക്ക് വേണ്ട. എൻ്റെ കാലുകൾക്ക് കരുത്ത് ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിടിച്ചു നടക്കാൻ ചതിക്കാത്ത കൂടപ്പിറപ്പുകളുണ്ട്. എനിക്ക് പിടിച്ചു നിൽക്കാൻ നല്ല ഉറപ്പുള്ള ചുമലുകളുണ്ട്. അതുകൊണ്ട് അമ്മയും മോളും സ്ഥലം കാലിയാക്കാൻ നോക്ക്. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? രണ്ടും മനുഷ്യന് ചോറ് തന്നെ സമ്മതിക്കാതെ കുട്ടു, ഇപ്പോഴാണ് കുട്ടിമണി രാജകുമാരിയായത്. ശത്രുക്കളെ തുരത്തിയോടിക്കുന്ന രാജകുമാരി. മനുഷ്യ, ഞാനിപ്പോ ശരിക്കും രാജകുമാരിയായി. മനുഷ്യ ശരിക്കും രാജകുമാരിയായി. മനുഷ്യൻ രാജാവായി. അണ്ണാ, ഇനി இந்த மாதிரி നിക്കണം. വയലോരം വീട്ടിന് അകത്തുനിന്ന് യുദ്ധം ചെയ്താലും പുറത്തുനിന്ന് യുദ്ധം ചെയ്താലും ശത്രുക്കളുടെ മുന്നിൽ ഒരു കോംപ്രമൈസിനും പോക വേണ്ട. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ആക്രമണമാണ് ഏറ്റവും വലിയ പ്രതിരോധം. അതെ, അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ്. നമ്മൾ ഒഴിഞ്ഞു മാറുന്തോറും ശത്രുക്കള് നമുക്ക് മേലെ ആധിപത്യം സ്ഥാപിക്കും. അത് വേണ്ട. ഇങ്ങോട്ട് കയ്യോങ്ങിയ അങ്ങോട്ട് അടിച്ചിരിക്കണം. അതോടെ തീരും ശത്രുനിരയോടെ ശക്തി. ഞാൻ മുമ്പ് ഇന്നങ്ങ് അടിച്ചോളാം. എന്റെ ഒന്നിനും പേടിയൊന്നുമില്ല. എനിക്കാണെങ്കിൽ നല്ല മമ്മര വിദ്യ അറിയാം. ഞാൻ ചട്ടമ്പിയല്ലേ. എനിക്കതുകൊണ്ടാരും പേടിയൊന്നുമില്ല. പിന്നെ പണ്ടത്തെ പോലെ ഞാൻ എൻ്റെ കയ്യിലോട്ട് ടപ്പർ പാണ്ടം കൊട്ടിടും. എന്നിട്ട് ഓരോരുത്തരെയായിട്ട് ടക്ക് ടക്ക് എന്നടിച്ചങ്ങോട്ട് തായിടും. കുട്ടിമണിയുടെ ഏറ്റവും വലിയ ആയുധമായിരുന്നു അത്. കയ്യിലൊരു റബ്ബർ ബാൻഡ്, അതിൽ ഒന്നുകിലൊരു ഹെയർ പിൻ, അല്ലെങ്കിൽ നല്ല ഒന്നാം തരം കല്ല്.
എത്ര പേരുടെ തലമണ്ട തകർത്തു എന്നറിയാമോ? കൊച്ചേച്ചിയുടെ അമ്മയുടെ കണ്ണും ഞാൻ അടിച്ചു കളഞ്ഞതാ. അതൊക്കെ ആവശ്യത്തിന് വേണം. അമ്മമ്മയില് പറഞ്ഞ കുട്ടിമണി അനുസരിക്കൂ. ഞാൻ അനുസരിക്കും. ഞാൻ പറഞ്ഞ കുട്ടിമണി അനുസരിക്കില്ലേ? പിത്തള പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷേ എനിക്ക് ജയിച്ച് രാജകുമാരിയായിട്ടൊക്കെ നിൽക്കണം. ഞങ്ങള് പറയണ പോലെ കുട്ടിമണി അനുസരിച്ചാ കുട്ടിമണി രാജകുമാരിയായി ജയിച്ചു നിൽക്കും. എന്റെ പൊന്നെ, നിങ്ങൾ ഇതിനെ പറഞ്ഞ് ഇളക്കി വിടരുതേ. ഈ ലോകം മുഴുവൻ ഇവള് ചുട്ടുകരിച്ചിട്ട് വരും. എന്റെ ബായ്, കുട്ടിമണിക്ക് ബുദ്ധിയില്ലാന്ന് ആരാ പറഞ്ഞത്? വേണ്ട കാര്യങ്ങൾ വേണ്ട അളവില് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. അത് കുട്ടിമണി കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തോളും. ബായി ഒന്ന് കൂടെ നിന്നാ മതി. ഇങ്ങനൊരു ഭാര്യ കിട്ടിയത് ഭാഗ്യമായി. ഭർത്താവിന് വേണ്ടി മരിക്കാൻ നിൽക്കണ ഒരു ഭാര്യ. അതെ, ഏതൊരു പുരുഷന്റെയും വലിയൊരു ഭാഗ്യ അത്. അല്ലാതെ ഭർത്താവിനും വീട്ടുകാർക്കും ഒക്കെ സ്നേഹം പങ്കുവെച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയെ എന്തിനാ? അതിന്റെ ആവശ്യം എന്താ? ഭാര്യ എന്ന് പറഞ്ഞ ഭർത്താവിന്റെ ഉടലിൽ പാതിയായും മനസ്സ് പാതിയായും ചേർന്ന് നിൽക്കണം. കുട്ടിമണിയെ സംബന്ധിച്ച് കുട്ടിമണി എന്ന് പറഞ്ഞ മനസ്സുജൻ എന്ന് പറഞ്ഞ കുട്ടിമണിയും. അപ്പോ അങ്ങനെ തന്നെ ഇനി മുന്നോട്ട്. അതെ, അതിനി മാറ്റല്ല. മനസ്സ് ജമ്പായി ആശുപത്രിയിൽ ഇറങ്ങിയ പിന്നെ നമ്മൾ ഒരുമിച്ച് ആലോചിക്കുന്നു, ഒരു സ്കെച്ച് തയ്യാറാക്കുന്നു, ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ഇടിച്ച് കയറണമെന്ന് തീരുമാനിക്കുന്നു. ബാഹ്യ ആശുപത്രിയിലാക്കിയവർ, നിങ്ങളെ വിടാതെ പിന്തുടർന്നാക്രമിച്ചവർ, സ്വന്തം വീട്ടിൽ കയറാൻ അനുവദിക്കാത്തവർ, ഒന്നിനും വെറുതെ വിടരുത്. എണ്ണിപ്പെറുക്കി ചുട്ടികുത്തി മാറ്റി നിർത്തിയിട്ട് വിചാരണ ചെയ്ത് വിധിച്ച് ശിക്ഷ നടപ്പാക്കണം. അതേ ഉള്ളിനി. കാരണം എങ്ങനെയായാലും ചാവും. ഭയന്നോടിയാലും നിവർന്നു നിന്നാലും ചാവും. എങ്കിൽ പിന്നെ നിവർന്നു നിന്ന് ചാവാം. അതല്ലേ നല്ലത് ബായി. ചാവുന്നതിനെ കുറിച്ചല്ല, ജീവിക്കുന്നതിനെ കുറിച്ചാ ചിന്തിക്കേണ്ടത്. പുതിയ ഒരു ജീവിതത്തെ കുറിച്ച്. അയ്യോ അണ്ണാ, ഞാൻ പോവാ. സൂക്ഷിച്ചു പോണം. ഇപ്പൊ ഇവിടെ നടന്നതിന്റെ നാണക്കേട് തീർക്കാൻ ചിലപ്പോ പുറത്തു വെച്ച് പകരം വീട്ടാൻ നോക്കും. അങ്ങനെ വന്നാ ബാക്കി ഞാൻ നോക്കാണ്ണ. അത് വേണ്ട, ഞാനും വരാം. വേണ്ട. ഞാൻ വരുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എങ്കിലേ അത് പറ. അങ്ങനെയില്ല. എന്നാ പിന്നെ വാ, നടക്ക. ദേ, ഞാൻ പറഞ്ഞതുപോലെ ഓറഞ്ച് മുന്തിരിയൊക്കെ മനസ്സുജനെടുത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കൊടുക്കാം. പിന്നെ ഞാനും കഴിക്കും കേട്ടോ. ഓ, കഴിച്ചോ? പിന്നെ ഇവിടെ തന്നെ നിക്കണം, എങ്ങോട്ട് പോവരുത്. എങ്ങും പോവത്തില്ല മൈനമ്മേ. അപ്പൊ ശരി അണ്ണാ, വരട്ടുമാ. കുട്ടിമണി. എന്റെ കുട്ടുവിന് ഒത്തിരി സങ്കടമായല്ലേ മനസ്സ് ഇങ്ങനെ കിടക്കുന്നതില്? എനിക്ക് ഒത്തിരി സങ്കടമായി. ഞാനേ ഒത്തിരിയും കരഞ്ഞായിരുന്നേ. അന്ന് മനുഷ്യൻ പോയില്ലേ, അന്ന് രാത്രി മൊത്തം ഞാൻ കരഞ്ഞായിരുന്നേ. അന്നേരം ഞാൻ സ്വപ്നം കാണുവാനേ, മനുഷ്യൻ വെള്ളത്തിൽ വീണെന്ന്. അന്നേരം ഞാനങ്ങ് കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്റെ മനുഷ്യന് ഒന്നും പറ്റില്ലേന്ന്. എന്റെ കുട്ടുവിന്റെ പ്രാർത്ഥനയാ, എന്റെ കുട്ടുവിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാ മനസ്സിന് രക്ഷപ്പെട്ടത്. പിന്നെ മനസ്സിന് ചത്തുപോയെങ്കിലോ? ഞാനും ചത്തേനെ, എന്റെ കുഞ്ഞിമണിയും ചത്തേനെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മനുഷ്യയില്ലാതെ ജീവിക്കേ വേണ്ട. കുട്ടിമണിക്ക് എന്താ മനസ്സിനോട് അത്ര ഇഷ്ടം? അതോ, എനിക്ക് മനുഷ്യനല്ലേ ഉള്ളൂ. എനിക്ക് നേരത്തെ എല്ലാവരും ഇല്ലായിരുന്നോ? അച്ഛൻ ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, വലിയേട്ടൻ ഉണ്ടായിരുന്നു, കുഞ്ഞേട്ടൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ആരുമില്ല.
പണ്ട് എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു മനുഷ്യ, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ആർക്കും ഇഷ്ടമില്ല. എനിക്കിപ്പോ മനുഷ്യൻ മാത്രല്ലേ ഉള്ളൂ. മനുഷ്യ എന്തെങ്കിലും പറ്റിയാ പിന്നെ കുട്ടിമണിക്ക് പിന്നെ ആരാ? ഞാനും എന്റെ കുഞ്ഞുമണി കരഞ്ഞങ്ങ് ചത്തേനെ. എന്റെ കുട്ടുവിനെ അങ്ങനെ ചാവാനൊന്നും ഞാൻ വിടത്തില്ല. നമ്മുടെ കുഞ്ഞുമണി ഉടനെ വരും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുമണി എടുത്ത് തോളിൽ വെച്ച് എന്റെ കുട്ടിമണിക്ക് എനിക്ക് നടക്കണ്ടേ? വേണം മനുഷ്യ, നമുക്ക് ഒരു കുഞ്ഞു വീടുണ്ടാക്കണേ. എന്നിട്ട് ആ കുഞ്ഞു വീടിന് കുഞ്ഞുമണി വീടിന് പേരിന് കുഞ്ഞുമണി വീട്, അത് നന്നായിട്ടുണ്ട്. എന്നിട്ട് ആ കുഞ്ഞുമണി വീട്ടില് ഞാനും എന്റെ മനുഷ്യനും എന്റെ കുഞ്ഞുമണി മാത്രം. എന്നിട്ട് കഞ്ഞിയും കറിയൊക്കെ വെച്ച് എന്ത് രസമായിരിക്കും. പിന്നെ ഒരു കാര്യം, ഞാനിനി ജോലിയൊക്കെ ചെയ്യാവേ. എന്നെ മനുഷ്യൻ പഠിപ്പിച്ചാൽ മാത്രം മതി. മനുഷ്യനി ഒന്നും ചെയ്യണ്ട, എന്നെ പഠിപ്പിച്ചെന്നാ മതി. എന്റെ കുട്ടു, നീ ഇപ്പൊ ഒത്തിരി വളർന്നുപോയി. ഞാൻ വളർന്നിട്ടൊന്നുമില്ല, നേരത്തെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പൊക്കവും കൂടിയിട്ടില്ല, വണ്ണവും കൂടിയിട്ടില്ല. പൊക്കവും വണ്ണവും കൂടിയ കാര്യമല്ലടി മണ്ടി. കുട്ടിമണിയുടെ മനസ്സ് ഒത്തിരി വളർന്നു. കുട്ടിമണിക്ക് ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു. മനസ്സിനെ ഒത്തിരി സന്തോഷമായി. ഇപ്പം നല്ല പാകതയുള്ള ഭാര്യയുടെ കെട്ടും മട്ടും ഒക്കെ ഉണ്ട് എന്റെ കുട്ടുവിന്. ഞാൻ നല്ല ഭാര്യയായോ? മനുഷ്യ, എന്നാ മനുഷ്യ നമ്മൾ ഇവിടുന്ന് പോന്നേ? ഉടനെ പോകും. പോയി കഴിഞ്ഞാലേ ഇനി ഏതെങ്കിലും തൊട്ട് വയക്കിന് വന്ന എന്നോട് പറഞ്ഞാ മതി. ഞാൻ എല്ലാത്തിനും ഉണ്ടല്ലോ, അങ്ങോട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. എന്റെ കുട്ടിമണിയുള്ളപ്പോ മനസ്സിന് ഒരു പേടിയുമില്ല. എടി കുഞ്ഞുമണി, നിന്റെ അച്ഛക്ക് സുഖാട്ടാ. മനുഷ്യന് സുഖം, കുട്ടിമണിക്ക് സുഖം, എന്റെ കുഞ്ഞുമണിക്ക് സുഖം. നമുക്ക് 3 പേർക്കും സുഖം. ആ സഞ്ജു, ഞാനിവിടെ ഒരാളെ കാണാനായിട്ട് നിൽക്കുക, പിന്നെ സംസാരിക്കാം. മതി, ആരെയാണ് കാണാൻ നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവനെയല്ലേ, ആ ശിവയെ? മതി, അത് അപകടമാണ്. അവന്റെ പിറകെ നിഴൽ പോലെ വേറെയും ആളുകൾ കാണും. മതിയും അവനും ഒന്നിച്ചു പെടും. നീ എന്നെ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. ഹോസ്പിറ്റലിൽ വെച്ച് മനസ്സജൻ പോലീസിന് നൽകിയ മൊഴി കുത്തിയതാരാണെന്ന് അറിയത്തില്ല എന്നാ. അതുകൊണ്ട് ശിവയെ ആരും സംശയിക്കേണ്ട കാര്യമില്ല. ശിവയെ സംശയിച്ചെങ്കിലും മാത്രമല്ലേ ആ സംശയം മതികലയിലേക്ക് നീളും. എന്റെ മതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഓ, നീ ഒന്നും പറയണ്ട. നീ ഫോൺ വെച്ചിട്ട് പോ നോക്ക്. മതി, മുനിയോട് ആദ്യങ്ങളുമായി ഇനി നടക്കരുത്. മതി, അത് അപകടമാണ്. നിന്നോട് ഞാൻ ഫോൺ വെക്കാൻ പറഞ്ഞില്ലേ? കേട്ടില്ലേ? ഫോൺ വെക്ക. ഹലോ. 2 കാലിലും മൊന്തുള്ളവൻ 1 കാലിലും മൊന്തുള്ളവനെ കുറ്റം പറയാൻ നിൽക്കുന്നു. അറിയുന്നുണ്ടാവുമല്ലോ നിന്റെ കൂട്ടുകാരന്റെ പ്രോഗ്രസ്. നിന്റെ കുത്തുകൊണ്ട് ജീവൻ പുറത്തേക്ക് ഒഴുകിയാണ് ഇറങ്ങിയതെങ്കിൽ ഇപ്പൊ തിരിച്ചകത്തേക്ക് ഇരച്ചു കയറുക. പഴയ കരുത്തും കുതിപ്പും. ഞാനും അമ്മയും കൂടെ അവനെ ഒന്ന് കാണാൻ പോയായിരുന്നു. കൊന്നില്ലെന്നേ ഉള്ളൂ ആ പൊട്ടി ഞങ്ങളെ. ശിവ, ആശുപത്രിയിൽ നിന്ന് മനസ്സജൻ ജീവനോടെ പുറത്തേക്ക് വരരുത്. അവനെ ആശുപത്രിയിൽ ഈ അവസ്ഥയിലാക്കാമെങ്കിൽ അവിടെ നിന്ന് തെക്കോട്ട് ചുമക്കാനും ശിവയ്ക്ക് കഴിയും. പോലീസിനോട് അവൻ എൻ്റെ പേര് പറയാതിരുന്നപ്പോഴേ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടുള്ള കഴുമരവും കൊലക്കയറും അവൻ അവൻ്റെ മനസ്സിൽ തന്നെ ഒരുക്കി വെച്ച് കഴിഞ്ഞുവെന്ന്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ ഉടൻ തന്നെ ശിക്ഷയ്ക്കുള്ള തീയതി അവൻ തിരഞ്ഞെടുക്കുമെന്നും. ആശുപത്രി മുറിയിൽ നിന്നും മോർച്ചറിയിലേക്ക് മനസ്സജനെ മാറ്റിയില്ലെങ്കിൽ അതെന്റെയും നിന്റെയും ജീവന് പോലും ആപത്താ. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നീ ആശുപത്രി പോയി മനസ്സജനെ കാണണം. ആശുപത്രി പോയി മനസ്സജനെ കാണാനോ? എന്തിന്? പകൽ വെളിച്ചത്തിൽ പോയി പൂക്കളും പഴങ്ങളും കൊടുക്കാനല്ല പറഞ്ഞത്.
രാത്രിയിൽ പോയി അവന് മിച്ചം വെച്ചു കൊടുത്ത ആയുസ് കൂടി ഇങ്ങി തിരിച്ചെടുത്തോണ്ട് വരാൻ. മാറി നിൽക്കണ്ട ശിവ, ഇന്ന് രാത്രി തന്നെ അത് നടക്കണം. ആശുപത്രിയാണ് ഏറ്റവും സേഫ് സ്പോട്ട്. എന്നെ വിളിച്ച് അപ്ഡേറ്റ്സ് അറിയിക്കണം. വാ പെരീപ്പാ, வா. ஓ எந்த சொல்லு பெரியப்பா, சொல்லுங்க. എന്താ മോളെ? വേണ എന്നെ സോപ്പിട്ട് വിളിക്കണ്ട. എന്തു പറ്റി? എടാ, നീ നേരാമണ്ണം ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ആരോടും മിണ്ടാട്ടമില്ല എന്നൊക്കെയാ മോളുടെ പരാതി. എന്താ? ആ മിണ്ട എന്തെങ്കിലും നല്ല വാർത്തകൾ വേണ്ടേ അപ്പച്ചേപ്പ? പറയാൻ നല്ല വിശേഷങ്ങൾ വേണ്ടേ? പറയാൻ നല്ലതൊന്നുമില്ല ബാലന്, കേൾക്കാനും നല്ലതൊന്നുമില്ല. പിന്നെ അതിന് എന്തിനാ ഇവളോ ഡിപ്രസ് ആവുന്നത്? എല്ലാവർക്കും ലൈഫിലെ നിറയെ പ്രോബ്ലംസ് ഇருக்கு. ലൈഫ് എന്നാലേ ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഒരു കൂട്ടമാ. പിന്നല്ലാതെ നീ ചുമ്മാ മൗനിഭാവ കളിച്ച് ഈ തുരുമ്പിച്ച സ്കൂട്ടർ തുടച്ചു പിടിച്ച് നിൽക്കാതെ. ജീവിതമേ തുരുമ്പിച്ചു. ഇനിയെന്നാ ഇരുന്നു പൊടിഞ്ഞ് മണ്ണിൽ പോകുന്നതെന്ന് അറിയാനുള്ളൂ. അണ്ണാ, ഇതുപോലെ ഫിലോസഫി പറയല്ലേ. അടച്ചിട്ട മുറിക്കകത്ത് എപ്പടി ഇരിക്കാതെ. കാത്തും വെളിച്ചവും കിട്ടാതെ മനസ്സ് അതുപോലെ അടഞ്ഞു പോകും. അടച്ചിട്ട മുറിക്കുള്ളിൽ ചുറ്റിത്തിരിയുന്ന ചൂട് കാറ്റ് പോലെയാ സങ്കടങ്ങൾ എന്റെ ഉള്ളില്. ബാല, നിന്റെ മനസ്സൊന്ന് ശാന്തമാവാനാണ് ഇറങ്ങി നടക്കാൻ പറഞ്ഞത്. എന്തിന്? നാട്ടുകാരുടെ കളിയാക്കി ചിരി കാണാനോ? അതോ പരിഹാസ ചോദ്യങ്ങൾ കേൾക്കാനോ? അങ്ങനെയൊന്നും ഇല്ലണ്ടാ. നമ്മളെ ജീവിതത്തില് മുന്നോട്ട് പോകുമ്പോ അത് ജീന് കെട്ടിയ കുതിര മാതിരി ആയിരിക്കണം. ഓടി ഒന്നാം മതി എത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പന്തയത്തില് ജയിക്കുക എന്നതാണ് നമ്മുടെ മുടിവ്. ഇടത്തു നിന്ന് കൂക്കി വിളിക്കാനും ആളുകൾ കാണും, വലത്തു നിന്ന് കയ്യടിക്കാനും. രണ്ടു കൂട്ടരെയും നമ്മൾ ശ്രദ്ധിക്കരുത്. ശ്രദ്ധിച്ച നമ്മളെ തോൽക്കും. മോളെ, ഇത്തരം വാക്കുകൾ കൊണ്ട് എനിക്കെന്റെ ജീവിതം തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. ഇത്തരം വാക്കുകൾ കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ കഴിയും ബാലണ്ണ. പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പുകളാണ് ഇത്തരം വാക്കുകളെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ദുമോളുടെ വീട്ടിൽ വേണമെങ്കിൽ ഞാൻ പോവാം. പത്മലോചനാശാനെ കണ്ട് സംസാരിക്കാം. ഇന്ദുവും നീയും തമ്മിലുള്ള ജീവിതം തകർന്നു എന്നറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ കുറ്റബോധം എനിക്ക്. ഞാനായിരുന്നല്ലോ ഈ കല്യാണത്തിന് മുമ്പിൽ നിന്നിരുന്നത്. അത് സാരമില്ല അപ്പച്ചേപ്പ. ഇനി ജീവിതം വെച്ചുള്ള ചർച്ചയ്ക്കും പരീക്ഷണത്തിനൊന്നും എനിക്ക് വയ്യ. കാരമുള്ള കാലിൽ തറച്ചാൽ ഊരി മാറ്റാം, കരളിൽ തറച്ചാലോ? അതാ ബാലന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒന്നും വേണ്ട, ആരും വേണ്ട, ഒറ്റയ്ക്ക് മതി. അപ്പം സീതയുടെയും കുഴന്തയും അത് അത് സീതയും ഇന്ദുവും നിന്റെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. പക്ഷേ നീ ഉത്തരം കണ്ടെത്തിയേ മതിയാവും മോനെ. ഞാനും മോളും വൈകിട്ട് ആശുപത്രി പോകുന്നുണ്ട് ഭക്ഷണമായിട്ട്. നീ ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മനസ്സിൽ. വീണ് കിടക്കുന്നവനോട് പക വീണോ ബാല? അല്ലെങ്കിൽ കുട്ടിമണിയെങ്കിലും. ഞാൻ കണ്ടോളാം അപ്പച്ചേപ്പ. എല്ലാരെയും കാണണം. ആദ്യം എന്റെ മനസ്സൊന്ന് തണുക്കട്ടെ. മുറ്റത്തെന്നതാ ഒരു മയിലാട്ടം. അക്ക വന്നതുകൊണ്ട് ഇനി കുതിരയോട്ടം കൂടി നടത്താം. ഡീഡി, മർമാണിയുടെ മുമ്പിൽ നിന്ന് നീ അധികം വിളയല്ലേ. അതങ്ങനെയാ മോളെ. പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പിന് ഗരുഡനെയും വെല്ലുവിളിക്കാം. ഓ, പാമ്പിന്റെ പത്തി ഞാൻ അടിച്ചൊടിക്കുന്നുണ്ട്. അല്ല, എന്നതാ ബാലേട്ടാ അപ്പച്ചേപ്പന്റെ വക പുതിയ ഉപദേശം? മൂന്നാമതൊന്നുകൂടി കെട്ടാനാണോ? ദേ, ഇങ്ങനെ ഇതൊക്കെ പറയും കേട്ടോ. എടി മയിലേ, ഇനി നിനക്കായിരിക്കും പെരിയപ്പ വഴി മംഗല്യയോഗം. ഒരു കെട്ട് കെട്ടി പുള്ളിയുടെ ലൈഫോ കോഞ്ഞാട്ടയായി. ഇനി ബാക്കിയുള്ളവരെ കൂടി എങ്ങനെ കുഴിയിൽ പിടിച്ചിടാന്ന് നോക്കി നിൽക്കുക. അല്ല, ആശുപത്രിയില് എന്തുണ്ട് വിശേഷം? ആസ്പത്രിയില് രോഗികളും ഡോക്ടർമാരും ഉണ്ടക്കാ. അതുക്കപ്പുറം എന്ന വിശേഷം? അതിനപ്പുറവും ചില വിശേഷങ്ങൾ അവിടെ നടന്നോളും.
മോളെ നമുക്കിറങ്ങാം. കുട്ടിമണിക്ക് ഇപ്പൊ വിശപ്പ് തുടങ്ങിക്കാണും. ആ വേഗം വാ. റിക്ഷ വരുമോ പെരിയപ്പ? ആ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കവലെ പോയപ്പോ ആ രമേശനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ജംഗ്ഷൻ വരെ ഇങ്ങ് നടക്കാം. ആ സുഭദ്രേ. ഓ ഈ ഇരുട്ടിനൊക്കെ എന്നാ കറുപ്പാ. ആ ഏതാണ്ട് നിന്നെ നിറന്ന് പറഞ്ഞാ മതി. ആ പിന്നെ നിങ്ങളങ്ങ് വെളുത്ത സായിപ്പല്ലയോ, ഗോവിന്ദൻ സായിപ്പ്. അതേടി. കേട്ടോ മോളെ, പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവളെയും കൊണ്ട് പുറത്തു പോയപ്പോ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാന്നറിയാമോ? ആ അമാവാസിയും പൗർണമിയും കൂടി ഒന്നിച്ചു പോകുന്നു. നിങ്ങളെന്റെ വായിന്നൊന്നും കേൾക്കരുത് കേട്ടോ. വയസ്സുകാലത്ത് എന്റെ സൗന്ദര്യത്തിന് മാർക്കിടാൻ വന്നിരിക്കുന്നു. ഓ ഇട്ടാ കിട്ടും മൊട്ട. பெரியப்பா அம்மா உன்னை நிறுத்து. அந்த மேட்ரே விட்டுடு. ரெண்டாளும் சூப்பர் கிளாமர். 100க்கு 100 മാർക്ക്. போதுமா? ആരാ മോളെ കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെച്ചത്? ഞാൻ தான் பெரியப்பா. ഓ അതെന്തായാലും നന്നായി. അതുകൊണ്ട് എല്ലാം വച്ചിട്ടുണ്ടെന്ന് ഉറപ്പാ. ഞാൻ മുഴുവനും വെക്കാതെ പകുതി എടുത്തൊക്കെ തിന്നുവോ? അമ്മ നിർത്ത്. രാത്രി പ്രായം തികഞ്ഞ കൊച്ചിനെ കൊണ്ട് പോണത് കൊള്ളാം. നല്ലോലെ ശ്രദ്ധിച്ചോണം കേട്ടാ. എന്റെ മോളെ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാമടി. അത് നീ പഠിപ്പിക്കണ്ട. അമ്മ പെരിയപ്പ വന്ന് പെരിയ അഭ്യാസി. മർമ്മ വിദ്യ അറിയാവുന്നവരല്ലേ, പിന്നെ എന്ത് പേടിക്കാനാ? പിന്നെ രാത്രി കണ്ണു കാണാൻ വയ്യാത്ത ഇങ്ങനെ ആരെ മർമ്മത്തിന് എവിടെ ഇട്ട് ഊത്തുവെന്ന് ആർക്കറിയാം? നിനക്ക് പിന്നെ ഭയങ്കര കാഴ്ചയാണല്ലോ. നിനക്കൊരു കാഴ്ചയേ ഉള്ളൂ, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനുള്ള കാഴ്ച. വാ മോളെ നമുക്ക് പോവാം. പിന്നെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടല്ലായിരുന്നോ എനിക്ക് ജോലി? ഇങ്ങനെ പറച്ചില് കേട്ടാ തോന്നുമല്ലോ ഞാൻ നാട്ടുകാരെ എല്ലാം കുറ്റം പറഞ്ഞോണ്ട് കിടക്കുകയാണെന്ന്. സൂക്ഷിച്ചു പോണേ. പടയെല്ലാം പോയോ? ചോറും പൊതിഞ്ഞു കിട്ടി. നിനക്കെന്താ വേണം പെണ്ണെ? പോയാലും ഇല്ലെങ്കിലും നീ നിന്റെ കാര്യം നോക്ക് പെണ്ണെ. അല്ല, ശത്രുവിന് തന്നെ വെച്ച് വിളമ്പി കൊടുത്തോണം. ആര് ശത്രു? ഞങ്ങൾ വെച്ച് വിളമ്പി കൊടുക്കുന്നത് ഇവിടത്തെ പെൺകൊച്ചിന്റെ കെട്ടിയോനാ. അവൻ വയ്യാതെ കിടക്കുമ്പോ ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കണ്ടേ? ആ കിടക്കുന്നവൻ ഇവിടുത്തെ മൂത്ത മോന്റെ ശത്രുവാണെന്ന് കൂടി ഓർക്കണം. നിന്നോട് കഴിഞ്ഞ ദിവസം ബാലൻ പറഞ്ഞതല്ലേ, ബാലന്റെ കാര്യത്തിൽ അവനില്ലാത്ത നെഞ്ചിരിപ്പും തെണ്ണൊന്നും നിനക്ക് വേണ്ടെന്ന്. നീ നിന്റെ കാര്യം നോക്ക് പെണ്ണെ. ആ ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടുന്ന് കുത്തിക്കെട്ടും എടുത്തിട്ട് ഇങ്ങോട്ട് ചുമന്നോണ്ട് വന്നാ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. അത് അന്നേരം. നിന്റെ ഭീഷണി കണ്ടിട്ട് അങ്ങനെ പേടിക്കാനൊന്നും പോണില്ല ഇവിടെ ഉള്ളവര്. ഓ എന്റെ ശാരദേ, നീ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നിന്റെ ഇളയ മരുമോളാണെന്നും പറഞ്ഞ് ഈ കുരിപ്പനെ എടുത്ത് തലയിൽ കയറ്റി കൊഞ്ചിച്ചോണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ കിടന്ന് വിളിച്ചു പോകുന്നത്. ഓ പിന്നെ ചാരദ ഇപ്പൊ ഇങ്ങോട്ട് ആകാശത്തുനിന്ന് നൂലിറങ്ങി വരാൻ പോവല്ലേ? അവര് ജീവിച്ചിരുന്നപ്പോഴോ എന്റെ മുഖത്തൊന്ന് തുറച്ചു നോക്കാൻ പറ്റിയിട്ടില്ല. പിന്നല്ലേ ചത്തു കഴിഞ്ഞിട്ട്. അല്ല പിന്നെ കതക് അടച്ചിട്ടതായിരുന്നല്ലോ. ആ വല്ല കാറ്റ് പഠിച്ച് തുറന്നതായിരിക്കും. മോളെ എന്നതാ മതി? അമ്മേ ഞാൻ കണ്ടു. എന്നതാ പൊന്നെ? ഞാൻ കണ്ടു. എന്നാ കണ്ടെന്നാ? ജഗ്ഗും വെള്ളവും കണ്ടെന്നോ? ഒഴിഞ്ഞ് പിന്നെ എന്ത് കണ്ടെന്നാ? നിങ്ങളുടെ അമ്മേ. അമ്മയോ? ഒന്ന് പോ മതി. മരിച്ചുപോയ എങ്ങനെ കണ്ടെന്നാ? എന്റെ കണ്ണുകൊണ്ട്, ഈ കണ്ണുകൊണ്ട്. മതി. നിങ്ങൾ എന്റെ പേര് പറയാതെ പുറത്തേക്ക് എങ്ങനെ പോയി നോക്ക് മനുഷ്യ. അവരവിടെ എങ്ങനെ നിപ്പുണ്ടോന്ന്. മതി. സത്യമായിട്ടും കണ്ടോ? പിന്നെ ചോദിക്കുന്നു. ഞാൻ കണ്ടെന്ന്. അവര് ചത്തു കിടന്ന മുറിയുടെ വാതിൽക്കുള്ളിലൂടെ ഞാൻ വന്നപ്പോ മോളേന്നൊരു വിളി. ഞാൻ നോക്കിയപ്പോ മുറിക്കകത്ത് ചിരിച്ചോണ്ടിരിക്കും അവര്. അയ്യോ കണ്ടോ? ഇപ്പൊ നിങ്ങളും ഞെട്ടിയില്ലേ? ഒന്ന് പോയി നോക്ക് മനുഷ്യ. ഞാൻ പോകത്തില്ല. നിങ്ങളുടെ അമ്മയല്ലേ? എന്ന് വെച്ച് മരിച്ചാ പിന്നെ എല്ലാവരും പ്രേതവാ. ഓ എന്റെ ദൈവമേ,
ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനെയാണല്ലോ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത്. പേടിയുടെ അല്ല മതി, ഇതൊക്കെ ഓരോരോ അന്ധവിശ്വാസങ്ങളാ. നമ്മൾ അതിനെക്കുറിച്ച് ചെകഞ്ഞു പോയാൽ അത്തരം അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. അല്ലാതെ നിങ്ങൾക്ക് പ്രേതത്തെ പേടിയില്ലാഞ്ഞിട്ടല്ല. എനിക്ക് പേടിയൊന്നുമില്ല. മരിച്ചു പോയരെ പിന്നെ കണ്ടാ എനിക്ക് ചിരി വരും, അതാ. അത് പോട്ടെ, അല്ല മതി എന്തിനാ അമ്മ ഇത്ര പേടിക്കണേ? അമ്മ പാവല്ലായിരുന്നോ? അമ്മയ്ക്ക് മതി ഒത്തിരി ഇഷ്ടമല്ലായിരുന്നോ? അതെ, അത് നേരാ. അമ്മയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമൊക്കെ ആയിരുന്നു. എന്നാലും മരിച്ചു പോയതല്ലേ. ആ, എനിക്കിപ്പോഴും തോന്നുന്നത് മതി അമ്മയെ കണ്ടു എന്ന് പറഞ്ഞത് തോന്നലായിരിക്കുമെന്നാ. തോന്നലോ? ആ, തോന്നലെന്ന് വെച്ചാ ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. നമ്മൾ മരിച്ചുപോയ ആരെങ്കിലും ഒരുപാട് ഓർക്കുന്നുണ്ടെങ്കിൽ, അവരെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ കാണാൻ പറ്റുമെന്ന്. അത് നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്ന രൂപങ്ങളാണെന്ന്. പിന്നെ ഞാൻ നിങ്ങളുടെ അമ്മയെ ഓർത്തോണ്ടിരിക്കുമല്ലേ? ആ, അല്ലെങ്കിൽ പിന്നെ മരിച്ചുപോയ ആരെങ്കിലും പറ്റി എന്തെങ്കിലും കുറ്റബോധം നമ്മുടെ മനസ്സിൽ കാണണം. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വപ്നത്തിൽ പോലും അവര് നമ്മളെ പിന്തുടർന്ന് വരുമെന്ന്. കുറ്റബോധോ? നിങ്ങളുടെ അമ്മയുടെ കാര്യത്തിൽ എനിക്കെന്ത് കുറ്റബോധം? മതിക്ക് കുറ്റബോധം ഉണ്ടെന്നല്ല, അങ്ങനെയും കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കേസുമുണ്ട്. എന്ത്? എന്റെ സുഹൃത്തിന്റെ ബന്ധുവീട്ടിൽ നടന്ന സംഭവം. അവിടത്തെ വല്യമ്മയ്ക്ക് അസുഖം വന്നപ്പോ അവർ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല, മഴയാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവരന്ന് രാത്രി മരിച്ചു. പിന്നെന്തു പറ്റി? പിന്നെ മഴയുള്ള എല്ലാ രാത്രികളിലും അവരാ വല്യമ്മയെ കാണുമായിരുന്നത്രേ. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ചോദിച്ച്. നിങ്ങൾ ചുമ്മാ എന്നെ പേടിപ്പിക്കല്ലേ? ഞാൻ പേടിപ്പിച്ചതൊന്നും അല്ല, കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ മതി പേടിക്കേണ്ട ഒരു കാര്യമില്ല. അമ്മയ്ക്ക് ഉപകാരങ്ങൾ മാത്രമല്ലേ മതി ചെയ്തു കൊടുത്തിട്ടുള്ളൂ. ആ, അതെ അതെ അതെ. എന്നാലും എനിക്ക് ആ മുറിയുടെ നേരെ നോക്കാൻ പേടിയാ. എന്റെ മതി അങ്ങോട്ട് നോക്കണ്ട. ഇനി അഥവാ അമ്മയെ കണ്ടാൽ തന്നെ മതിയെ പേടിപ്പിക്കില്ലെന്നങ്ങ് പറഞ്ഞേക്കണം. പിന്നെ ഞാൻ പ്രേതത്തിന് മുമ്പേ അപേക്ഷ എഴുതി വെക്കാൻ പോവല്ലേ? ഒരു തകിട് കഴുത്തിൽ കെട്ടിയിടണം എനിക്ക്. എന്നാത്തിന്റെ തകിടാ മതി? എന്റെ മനുഷ്യ ഏലസ്. ഓ, അയ്യോ, കേട്ടോ? ശബ്ദം കേട്ടോ? നിങ്ങളുടെ അമ്മ നമ്മുടെ അടുക്കള കയറിയതാ, എനിക്ക് ഉറപ്പാ. പിന്നെ ആത്മാവ് കാപ്പി കുടിക്കാൻ പോവല്ലേ? നിങ്ങൾ ന്യായം പറഞ്ഞു നിൽക്കാതെ ഒന്ന് പോയി നോക്ക് മനുഷ്യ. ഞാൻ പറഞ്ഞില്ലേ മതി, എല്ലാം തോന്നലായിരിക്കുമെന്ന്. ഒരു തോന്നലും അല്ല. നിങ്ങൾ അങ്ങോട്ട് ഞാൻ നോക്കിക്കേ. എനിക്ക് അങ്ങോട്ട്. അത് വേണോ മതി? വേണം. ഇങ്ങനെ പേടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ സംശയം ഇപ്പൊ തന്നെ തീർത്താ പിന്നെ പ്രശ്നമില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, മതി ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട, എന്റെ കൂടെ പോര്. ഓ, ഇങ്ങനെ ഒരു ഭീരു. മതി, ഒരാണിയോ വല്ലോ എടുത്തോ. എന്തിനാ? നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ അമ്മയെ പിടിച്ച് ഭിത്തി തറക്കാൻ പോവാണോ? അതല്ല, ഈ പ്രേതങ്ങൾക്ക് ആണി കണ്ട പേടിയാ. മിണ്ടതെ പോ അങ്ങോട്ട്. മണ്ട. നിങ്ങൾ പോയില്ലേ? ഒന്ന് പോ. വാ, മതി, നടക്ക്. മതി. നടക്ക് മനുഷ്യ അങ്ങോട്ട്. എനിക്ക് പേടിയാ. മതി, മതി. ഒന്നുമില്ല. അയ്യോ, നിങ്ങൾ ഇവിടെ പമ്മി പോയി നിൽക്കുമായിരുന്നോ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? അയ്യോ, ഞാൻ പമ്മി വന്നതൊന്നും അല്ല. ഞാൻ ഇവിടെ ഒരു അനക്കം കേട്ടത് നോക്കാൻ വന്നതാ. അപ്പൊ നിങ്ങളല്ലേ ഇങ്ങോട്ട് പമ്മി പമ്മി വന്നത്? അല്ല, നീ മുമ്പേ നിലവിളിക്കുന്നത് കേട്ടല്ലോ, എന്തിനായിരുന്നത്? അത് പിന്നെ ഞാൻ നിങ്ങളുടെ നാത്തൂനെ കണ്ടു. മരിച്ചുപോയ ശാരദാമ്മേ, അവരിവിടെ പല്ലു വിളിച്ചോണ്ട് നടക്കുന്നു. എന്താ ശാരദേ? അപ്പൊ ഞാനും കണ്ടത് നേരാണല്ലോ. എന്ത് കണ്ടെന്ന്? നിങ്ങൾ എന്ത് കണ്ടു? അത് നീ കരയുന്നത് കേട്ട് എന്താണെന്ന് നോക്കാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴ് ശാരദ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്നെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്ത്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ആരായി മുറി തുറന്നു? അടച്ചിട്ടിരിക്കുവായിരുന്നല്ലോ. മുറി തുറന്നിട്ടെന്നോ? ഞാനോ? അയ്യോ, ഞാൻ തുറന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോയതുപോലും ഇല്ല. അപ്പൊ പിന്നെ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല.
ഇവിടെ പ്രേതമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ബോധ്യമായില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? നാളെ ആവട്ടെ, നല്ല വെട്ടമുള്ള 2 ബൾബ് കൂടി വാങ്ങി ആ മുറിക്കകത്ത് പിടിപ്പിച്ചേക്കാം. അപ്പൊ പിന്നെ ഇരുട്ട് കാണുമ്പോ നമുക്ക് പേടി വരില്ലല്ലോ. നീ എന്താടാ ഇതിനകത്ത് വെട്ടം കാണിച്ച് ശാരദയെ പേടിപ്പിച്ച് വിടാൻ പോവുകയാണോ? ശാരദ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നടന്നോട്ടെ. ഇവിടെ ജീവിച്ചും സ്നേഹിച്ചും കൊതി തീരാതെ പോയതാ ശാരദ. ഓ, കൊതി തീരാതെ പോയി. നിങ്ങളങ്ങ് കണ്ടോണ്ടിരുന്നാ മതി കേട്ടോ. എനിക്കറിയാം എന്ത് വേണോന്ന്. അല്ല, നിനക്കെല്ലാം അറിയാലോ. എല്ലാം നേരിടാനുള്ള കഴിവും ശക്തിയും ഒക്കെ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. പിന്നെ നീ എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? ആ, ഞാൻ പേടിച്ചൊന്നും നിലവിളിച്ചതല്ല. ജവേദിനെ വിളിച്ചതാ. അമ്മയെ കാണണമെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചു. അതെ അതെ, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. എന്നാ പിന്നെ നീ ഇവിടെ നിന്ന് കണ്ടോ. നമുക്കും പോയേക്കല്ല മോനെ. അങ്ങനെ ഇപ്പൊ എന്നെ പേടിപ്പിക്കാന്ന് ആരും നോക്കണ്ട. പൊന്നെ, അയ്യോ, രാത്രി സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റുമോ മോളെ? നമ്മ ബൈസ്റ്റാൻഡേഴ്സ് പെരീപ്പാ. നമുക്ക് തങ്ങാൻ റൂം കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേതായാലും നന്നായി. വാ. മനുഷ്യന്റെ വേദന മാറ്റാൻ കുട്ടിമണി ഒരു പാട്ടങ്ങ് പാടിക്കാട്ടെ. എന്റെ കുട്ടിമണി, ഇത് ആശുപത്രിയാ. ആശുപത്രി ആയാലെന്താ? ഇവിടെ പാട്ടൊന്നും പാടുന്ന കുറ്റാണോ? കുട്ടിമണി, അപ്പുറത്തെ മുറിയിലൊക്കെ ആളുണ്ട്. ഓ, അവരും കൂടെ കേട്ടോട്ടെ എന്റെ പാട്ട്. അവര് കേക്കണ്ട, പതിയെ പാടിയാ മതി. എന്നാ പിന്നെ പതിയെ പാടിയേക്കാൻ. ശരി, ആയിക്കോട്ടെ. അയ്യോ, ഞങ്ങൾ പറഞ്ഞു പരിപാടി പരിപാടി. മിന്നിത്തിളങ്ങുന്ന താരകമ്മേ, മാനത്ത് നിന്നങ്ങ് പോരാമോ? ഞാനിതാ വന്നെത്തി കൂട്ടുകാരെ, തിങ്കൾ തിങ്കൾ കൂട്ടുകാരെ. ഇതാരും വിളിച്ചതായി പാട്ട്. അമ്മയിലുണ്ടല്ലോ, അമ്മയിലേ. വലിയ പാട്ടൊക്കെ കേട്ടല്ലോ. കുട്ടിമണി പാട്ടുപാടി എന്റെ വേദന കുറയ്ക്കുമായിരുന്നു. ഓ, മ്യൂസിക് തെറാപ്പി. എങ്ങനെയുണ്ട് മോനി ഇപ്പോ? നല്ല ഭേദമുണ്ട് അപ്പച്ചിപ്പ. പറ്റിയ നാളെ തന്നെ വീട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ മറ്റന്നാൾ. 1 മാസത്തേക്ക് മരുന്നുകളുണ്ട്. ആന്റിബയോട്ടിക് തരും. ഞാനറിയാതെ ആരുടെ ആന്റി മരുന്ന് തരാൻ വരുന്നത്? ആരുടെ ആന്റി അല്ല കുട്ടിമണി, ആന്റിബയോട്ടിക് മരുന്നിന്റെ പേരാ. എനിക്കറിയായിരുന്നു, ഞങ്ങൾ ചോദിച്ചിട്ടേ. കുട്ടിമണി വാ, നമുക്ക് ഇതൊക്കെ എടുത്തു വെക്കാം. വാ, വേഗം വാ, വേഗം വാ. ആരാ മോനെ ഇത് ചെയ്തത്? നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടോ? ബാലേട്ടനൊരു പങ്കുമില്ല, മനസ്സറിവുമില്ല. ബാക്കിയൊക്കെ ഞാൻ വഴിയെ പറയാ പച്ചപ്പ. മനസ്സ് ഞാൻ ആശുപത്രിയിലായതോടെ കുട്ടിമണി കാര്യപ്രാപ്തിയുള്ളവളായി. എന്നതാ കാര്യപ്രാന്തിയോ? അയ്യോ കുട്ടിമണി, കാര്യപ്രാന്തിയല്ല, കാര്യപ്രാപ്തി. നല്ല കഴിവുള്ളവളായിന്ന്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ മുതലേ കാര്യപ്രാന്തി ആണല്ലോ, അല്ലേ മനുഷ്യ? ഓ, സമ്മതിച്ചേ. അതെ, നീ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. മീൻകറി ഉണ്ടോ അമ്മയിലേ? ഓ, ഉണ്ടേ. ഉണ്ടോ? എന്നാ പിന്നെ കഴിച്ചേക്കാം. പിന്നെ അമ്മമ്മയിലും കാവടിയച്ചനും ഒന്നും പോണ്ടാട്ടോ. ഇല്ല, ഞങ്ങള് നാളെയേ പോകുന്നുള്ളൂ. മനുഷ്യ, നാളെ പോകുന്നുള്ളൂ. ഹലോ. ഹലോ മാഡം. പറയടാ. ഞാൻ എത്തി മാഡം, ഹോസ്പിറ്റലിന്റെ പുറത്തുണ്ട്. നീ അവിടെ നിന്ന് കാഴ്ച കാണാതെ ഏൽപ്പിച്ച പണി അങ്ങോട്ട് ചെയ്യിവ. ഇത്തവണയെങ്കിലും കീറി കൃത്യമായിട്ട് പിഴയ്ക്കാതെ ചെയ്യും. ആശുപത്രിയാ, ആളുകൾ ഒരുപാടുണ്ട്, റിസ്കേ കൂടുതലാ. ഇത്തരം ജോലികൾക്ക് അല്ലെങ്കിലും റിസ്ക് കൂടുതലാ, അതുകൊണ്ടാ കൂലിയും കൂടുതൽ. കേട്ടിട്ടില്ലേ, മോർ റിസ്ക് മോർ പ്രോഫിറ്റ് എന്ന്? ഞാൻ റിസ്ക് എടുക്കാഞ്ഞിട്ടല്ലോ മാഡം, പ്രൊഫഷണൽ മൂവുകൾ തന്നെയാ.
പക്ഷേ ഭാഗ്യം അവന് കൂടുതലായിരുന്നു. മിണ്ടരുത് റാസ്കൽ നീ. വീണ്ടും വീണ്ടും ന്യായീകരിച്ചോണ്ട് വന്നാ എനിക്ക് വിറഞ്ഞു കേറി വരും. നെഞ്ചില് കയറ്റിയ കത്തികൊണ്ട് കഴുത്തിലെ 2 ഞരമ്പ് കൂടെ അറുത്തുവിടാതെ ആറ്റിൽ കൊണ്ട് തള്ളിയ കഴുതേ പ്രൊഫഷണൽ ആണെന്ന് പറയാൻ നിനക്ക് നാണമില്ലടാ. മാഡം, എന്താ മാഡത്തിന്? ഇന്ന് നീ പറയുന്നു, ഞാൻ കേൾക്കുന്നു. ദേ, ഒരു കാര്യം നീ ഓർത്തു വെച്ചു. അവൻ അവിടെ നിറങ്ങിയ ഒരായുധം പിടിക്കാനുള്ള ശേഷി അവന്റെ കൈക്കുണ്ടായ, കാൽപാദങ്ങൾ ഭൂമിയിൽ ഉറപ്പിച്ച, ആദ്യം മണ്ണ് തിന്നുന്നത് നിന്റെ തലയായിരിക്കും ശിവ. മാഡം, എന്നെ കൈവിട്ട് സംസാരിക്കുകയാണോ? ഒരിക്കലുമല്ല. നോവിച്ചൽ പകയോടെ ഓർത്തുവെച്ച് തിരിഞ്ഞാക്രമിക്കാൻ വാസന കൂടിയ വേട്ടമൃഗമാ മനസ്സിജൻ. നിന്നെപ്പോലെ പതിയിരുന്ന് ആക്രമിക്കുന്ന പ്രകൃതം അല്ല. കളിക്കൂട്ടുകാരനായ നിനക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് നന്നായിട്ട് അറിയാം അവനെ. അതുകൊണ്ടാ ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളത്, ഓപ്പൺ ഫൈറ്റിനിറങ്ങിയ അവനെ ഒറ്റയടിക്ക് വീഴിച്ച് കളഞ്ഞേക്കണമെന്ന്. വീഴുമെന്ന് കരുതി വീണില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇത് പക്ഷേ കടുവയെ മുറിവേൽപ്പിച്ച് വിട്ടതുപോലെ ആയിപ്പോയി. ദേ, ഞാൻ വീണ്ടും പറയുക ശിവ, പഴുതടച്ചിട്ടുള്ള നീക്കം ആയിരിക്കണം ഇന്നത്തേത്. ഇല്ലെങ്കിൽ അത് അങ്ങോട്ട് ചെന്ന് സ്വന്തം മരണസമയം കുറിച്ചു വാങ്ങുന്നതിന് തുല്യമായിപ്പോകും. ആ സൂസ, ഇല്ലടാ, ഒന്നുമില്ല. ഹലോ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഹസ്ബൻഡിനെ നീ നന്നായിട്ട് ഉപദേശിക്കണം. ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന ആളല്ലേ. വീണ്ടും സ്മോക്കിംഗ് തുടരുക എന്ന് വെച്ചാ അതാ ഞാൻ പറഞ്ഞത്, മരണം എരന്നു വാങ്ങുവാണെന്ന്. ആ ശരി, വെച്ചോ. എല്ലാം പറഞ്ഞ പോലെ. ഗുഡ് നൈറ്റ്. ഹലോ. ജിവേട്ടനെന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നിങ്ങളുടെ അമ്മയുടെ പ്രേതോന് നിങ്ങളുടെ ദേഹത്ത് കയറിയോ? മതി, എന്താ ഞാൻ വന്നപ്പോ ഞെട്ടിയത്? ഞെട്ടിയോ? ഞെട്ടി. അത് പിന്നെ കൊറേ മുമ്പേ അല്ലേ രവിയേട്ടന്റെ അമ്മയെ കണ്ടത്, അതാ പേടിച്ചത്. ആ, രവിയേട്ടന് മുറിയിലേക്ക് വരുമ്പോ ഒന്ന് പറഞ്ഞിട്ട് വന്നൂടെ? ചേടാ, എന്റെ മുറിയിലേക്ക് കയറി വരുമ്പോ ഞാൻ അനുവാദം ചോദിച്ചിട്ട് വേണം കയറി വരാൻ. എന്നാലും ആരോടായിരുന്നു മതി സംസാരിച്ചുകൊണ്ടിരുന്നത്? അതെന്താ അങ്ങനൊരു ചോദ്യം? അതും സംശയത്തിന്റെ ചൊവ്വയില്. പറയേ. എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റത്തില്ലേ? പണ്ട് ഞാൻ രവിയേട്ടനോട് പറഞ്ഞിട്ടുള്ളതാ, എന്നെ ക്രോസ് വിസ്താരം ചെയ്യാൻ വരരുതെന്ന്. വിസ്താരവും വിസ്തൃതിയും ഒന്നും അല്ല. കേട്ടപ്പോ വലിയ ഗൗരവത്തിലുള്ള സംസാരമാണെന്ന് തോന്നി, അതാ. ഓ, അത് സൂസനായിരുന്നു, എന്റെ ഫ്രണ്ടേ. എന്നിട്ട് ശിവാന്ന് വിളിക്കുന്ന പോലെയാണല്ലോ എനിക്ക് തോന്നിയത്. ശിവ സൂസൻ. ശിവ സൂസനോ? അങ്ങനെ ഒരു പേരുണ്ടോ? അല്ലല്ല, ശിവ സൂസൻ എന്നല്ല, ഷീബ സൂസൻ. ഷീബ സൂസൻ എന്നാ. രവിയേട്ടൻ ഇടയ്ക്കേറി ശിവ എന്ന് പറഞ്ഞപ്പോ എനിക്കും തെറ്റിപ്പോയി. മതിക്ക് ജീവിതത്തിൽ ഒന്നും തെറ്റരുത് എന്നാഗ്രഹിക്കുന്ന ആളാ ഞാൻ. അതെന്താ രവിയേട്ടാ ഒരർത്ഥം വെച്ചുള്ളൊരു സംസാരം? ഈയിടെയായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, മതി എന്നോട് ഇപ്പൊ ഒരു കള്ളം പറഞ്ഞതുപോലെയാ എനിക്ക് തോന്നിയത്, അതാ. കള്ളമോ? അതെ. എന്താ, അങ്ങനെ ഒരു പദം മതി കേട്ടിട്ടില്ലേ? രവിയേട്ടാ, എനിക്ക് ഇത്ര സംസാരം ഒന്നും ഇഷ്ടമല്ല. എന്നെ ആര് വിളിച്ചു എന്ന് ചോദിച്ചു, ഞാൻ അതിന് കൃത്യമായ മറുപടിയും പറഞ്ഞു. ദേ, വെറുതെ കുത്തിക്കഴിഞ്ഞു മാന്തിപ്പറിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കരുത്. മതി ആരെയാ വിളിച്ചതെന്ന് കൃത്യമായിട്ട് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? നിങ്ങൾക്ക് ഭർത്താവിൻ്റെതായ അവകാശം ഉണ്ട്, പക്ഷേ എനിക്ക് എന്റേതായ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും വളപ്പിന് പുറത്താണോ മതി ഭർത്താവിന്റെ സ്ഥാനം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥാനമാ വേണ്ടത്? അളന്നെടുത്തോ. അളന്നെടുക്കാനും പിടിച്ചു പറിക്കാനും ഒന്നും ഞാനില്ല മതി. രവി മണ്ടനായിരിക്കും, പക്ഷേ മരമണ്ടനാണെന്ന് ധരിക്കരുത്. നിങ്ങൾക്ക് സംശയരോഗം, അതാ പ്രശ്നം. എന്നെ ആരെങ്കിലും രാത്രിയിൽ വിളിച്ചാ അതെന്റെ കാമുകന്മാരാണെന്നാ നിങ്ങളെ ധാരണ. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പറയാതെ ഊഹിക്കാലോ. ദാ ഇത്, ഈ ഫോൺ നിങ്ങൾ എടുത്തോ, കൊണ്ടുപോയി ചുട്ടു തന്നെ. എനിക്ക് ഫോണും വേണ്ട, ഫേസ്ബുക്കും വേണ്ട, ഒരു കുന്തവും വേണ്ട. ഞാൻ ഈ പ്രേതഭവനത്തിൽ കിടന്ന് തുരുമിച്ചു പോട്ടെ. വേണ്ട, ഇങ്ങോട്ട് നോക്ക്. വേണ്ട, ഞാൻ മോശം വേണ്ട, കള്ളത്തരങ്ങൾ ഒളിപ്പിക്കുന്നവളാ. രവിയേട്ട പറയാത്തതൊന്നും എന്റെ തലയിൽ വെച്ച് കെട്ടല്ലേ. ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. എന്താ? ചോദിക്കണം, പക്ഷെ എന്നെ സംശയിക്കരുത്.
എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല. ചത്തുപോകും ഞാൻ. ഇല്ലാട്ടോ. வா தலைவா வா. என்ன சிவண்ணா இந்த நேரத்துல? മനസ്സിനെ കാണാൻ വേണ്ടി. ഓ அப்படியா? കണ്ടും പൂച്ചയായതുകൊണ്ടാവും പാത്തും പതുങ്ങിയും വന്നത് അല്ലേ? എതുക്ക് കയ്യില കത്തി? ഓ മനസ്സ് ജാനനുക്ക് ആപ്പിൾ കട്ട് ചെയ്യാനായിരിക്കും അല്ലേ? എന്തരോ കുമാര, യാര് പറഞ്ഞിട്ടാ നീ ഇവിടെ വന്നത്? യാർക്ക് വേണ്ടിയാ മനസ്സ് ജണ്ണനെ ഉപദ്രവിക്കാൻ വന്നത്? നീ ആരടി അത് ചോദിക്കാൻ? ഉന്നപ്പ പുറമ്പോക്ക് വിളയാട്ടാ. സോറി നായ, சுட்டு தள்ளற மாதிரி சுட்டுடுவேன். குட்டிமணி அடிச்சு நிறுத்தி இவனை. புறம்போக்கு நாய, பொண்ண யார் சொல்லி இதை செய்ய வந்த? பதில சொல்லு. മതി മതി മതികല. ഇത് അവൾക്ക് വേണ്ടിയുള്ളതാ. ഇത് വെച്ചുക. മതികലെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കൊള്ളാം, വെജിറ്റബിൾ കത്തിയാ? ആ ബായ്, എല്ലാരും കൂടി ഇത് എവിടെ പോയി? ഞാൻ ഉടനപ്പോ ആരെയും കാണാനില്ലായിരുന്നു. മയിലമ്മയും കാവടി അച്ഛനൊക്കെ വെളുപ്പിനെ പോയി. കുട്ടിമണി ക്യാൻറ്റീനിലിരുന്ന് ദോശ തട്ടുന്നു. ആ ബായ്, ഇത് കുടിക്ക്. ആ ബായ്, ഇന്നലെ രാത്രി ഇവിടെ ഒരു സംഭവം നടന്നു കേട്ടോ. പോവും മുമ്പ് മൈലമ്മ പറഞ്ഞപ്പോഴാ ഞാൻ അതറിഞ്ഞത്. എന്താ ബായ്? ബായിയോട് ഇന്നലെ റൂം മാറി കിടക്കാൻ മൈലമ്മ പറഞ്ഞതിലൊരു ബുദ്ധി ഉണ്ടായിരുന്നു.
എന്തോ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നിയിരുന്നു. അതെന്താണെന്ന് പക്ഷെ മൈലമ്മ പറഞ്ഞില്ല. കാര്യം ഞാൻ പറയാ. ബായിയെ കാണാൻ ഇന്നലെ രാത്രി ബായിന്റെ കൂട്ടുകാരൻ വന്നിരുന്നു, ശിവ. ശിവയോ? അവനെവിടെ? കാണാൻ വന്നത് കയ്യിലൊരു പിച്ചാത്തിയായിട്ടാ. ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ ബായിയെ തീർക്കാൻ. എന്നിട്ട് മൈലമ്മയും കുട്ടിമണിയും ചേർന്ന് അവനെ അടിച്ച് നിരപ്പാക്കി. ആരാണ് അവനെ അയച്ചതെന്ന് പറയിക്കുകയും ചെയ്തു. മതികല.